Good morning, all. Welcome to Transportation Planning Module 1, Lecture 2. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ്സ് അബൌട്ട് ഗോൾസ്, ഒബ്ജക്റ്റീവ്, കൺസ്ട്രെയിൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് പ്രോസസ്സ്. കുറച്ച് ഡെഫിനീഷൻസ് ആണ്. എന്താണ് ഗോള്, അതിന് സംബന്ധിച്ചുള്ള കുറച്ച് എക്സാമ്പിൾസ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള 2-3 എക്സാമ്പിൾ, എന്താണ് കൺസ്ട്രെയിൻസ്, അതുപോലെ തന്നെ എന്താണ് സ്റ്റാൻഡേർഡ്സ്. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. എന്താണ് ട്രാൻസ്പോർട്ടേഷൻ, അതിൻ്റെ റോൾസ് എന്താണ്, നമ്മൾ 3 തരത്തിലുള്ള റോൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് അതിൻ്റെ എക്കണോമിക് റോൾ, സോഷ്യൽ റോൾ, പൊളിറ്റിക്കൽ റോൾ, 3 തരത്തിലുള്ള റോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാൻഡ് യൂസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻറ്ററാക്ഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് ആണ് ലാൻഡ് യൂസും, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്താണ്, ഇറ്റ് ഈസ് മ്യൂച്വലി ഇൻറ്റഗ്രേറ്റഡ് ആണ്. അതിനെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഗോൾ എന്ന് നോക്കാം. ഇതെല്ലാം നിങ്ങൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗോൾ എന്താണെന്ന് നോക്കാം. എ ഗോൾ മേ ബി ഡിഫൈൻഡ് ആസ് ആൻ എൻഡ് ടു വിച്ച് എ പ്ലാൻ ടെൻസ്. നമ്മൾ ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണോ പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ എൻഡ് പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗോൾ എന്ന് പറയുന്നത്. നമ്മൾ മെയിനായിട്ടുള്ള ലക്ഷ്യം, അതിനാണ് ഗോൾ എന്ന് പറയുന്നത്. ഗോൾ മേ ബി തോട്ട് ഓഫ് ആസ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് അറ്റംപ്റ്റ് ടു കൺവേ ടു ദി പ്ലാനോ the image of the ideal system and in this way provide him or her the overall direction. നമ്മൾ ഏത് ഡയറക്ഷനിലാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ദ ഗോളാണ്, ആ പ്ലാനറുടെ ഗോളാണ്. Urban community goals should not violate to the urban policy normally set by the government. അപ്പോൾ നമ്മൾ ഗോൾസ് ഇറ്റ് ഷുഡ് നോട്ട് വയലേറ്റ് ദി അർബൻ പോളിസി സെറ്റ് ബൈ ദി ഗവൺമെൻറ്. പോളിസിനൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഇറ്റ് ഷുഡ് നോട്ട് വയലേറ്റ്. ഇനി ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആൻ ഒബ്ജക്റ്റീവ് മേ ബി കൺസീവ്ഡ് ആസ് എ ലോവർ ഓർഡർ ഗോൾ. ഗോളിൻ്റെ ലോവർ ഓർഡർ ആണ് എന്ത് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ, വിച്ച് അറ്റ്ലീസ്റ്റ് കൺസെപ്ച്വലി ഈസ് കാപ്പബിൾ ഓഫ് ബീങ് മെഷേർഡ്. അത് ഓരോ കാര്യങ്ങൾ എന്താണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, ഇറ്റ് ഈസ് ക്വാണ്ടിഫയബിൾ ആണ് കൺസെപ്ച്വലി. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യേണ്ട സ്റ്റെപ്സിനെയാണ് എന്ത് പറയുന്നത്, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നിങ്ങൾ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കൊരു എയിം ഉണ്ടാവും, ആ എയിമിനെയാണ് ഗോൾ എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് അതാണ് ഗോള്. ആ ഗോളിലോട്ടുള്ള സ്റ്റെപ്സിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ്, മൈൽ സ്റ്റോൺസ് ഓഫ് ദി ഗോൾസ്. ഗോളിൻ്റെ ഓരോ മൈൽ സ്റ്റോണിന് നമ്മൾ എന്ത് പറയാം, ഒബ്ജക്റ്റീവ് എന്ന് പറയാം. നമ്മൾ ഏത് വിധേനയാണ് ഈ ഗോളിലോട്ട് എത്തിപ്പെടുന്നത് അതിനാണ് നമ്മളെന്ത് പറയുന്നത്, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, typical community goal might be to ensure that the amenities of the urban area are available to all socio-economic group within the community. ഇപ്പോൾ ഗോളിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അർബൻ ഏരിയയിൽ എല്ലാ ജനങ്ങൾക്കും, എല്ലാ ജീവിത നിലവാരമുള്ള ജനങ്ങൾക്കും എന്ത് ചെയ്യാം, അതിൻ്റെ അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. അതാണ് നമ്മളെ ഗോൾ. എല്ലാ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനും എല്ലാ കമ്മ്യൂണിറ്റീസിനും എന്ത് ചെയ്യാം, നമ്മളെ അർബൻ അമ്യൂണിറ്റീസ്, ദാറ്റ് ഈസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഹൗസിംഗ് എല്ലാം പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഇതാണ് മെയിൻ ഗോള്. ഈ അർബൻ അമ്യൂണിറ്റീസ് എല്ലാവർക്കും പ്രാപ്തമാക്കുക, അതാണ് മെയിനായിട്ടുള്ള ഗോൾ വരുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഫോർ ദി ഗോൾ ഇസ് ദിസ്: മാക്സിമൈസ് ആൻഡ് ഈക്വലൈസ് ദി ആക്സസിബിലിറ്റി ടു അർബൻ ആക്ടിവിറ്റീസ്. അർബൻ ആക്ടിവിറ്റീസിലോട്ട്, അർബൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്, ഷോപ്പിങ്സ് ഉണ്ട്, ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റീസിലോട്ടുള്ള ആക്സസിബിലിറ്റി എന്ത് ചെയ്യാം, മാക്സിമൈസ് ചെയ്യാം ബൈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രം ദി ഓൾ റെസിഡൻറ്റ് ഏരിയാസ്. എല്ലാ റെസിഡൻറ്റ് ഏരിയയിൽ നിന്നും എന്ത് ചെയ്യുക, ആളുകൾക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന രീതിയിൽ ട്രാൻസ്പോർട്ടേഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിന് എന്ത് ചെയ്യാം, ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഗോൾ നമുക്ക് ഈ ഒരു രീതിയിൽ, പല രീതിയിൽ, ഇതിൽ ഒരു ഗോളാണ്, ഒരു ഒബ്ജക്റ്റീവാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്, എല്ലാ സോഷ്യൽ എക്കണോമിക് ഗ്രൂപ്പ്സിനും അർബൻ എമിനിറ്റീസ് പ്രാപ്തമാക്കുക. അപ്പോൾ അതിനുള്ള ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്ത് ചെയ്യാം ഉപയോഗിച്ച് ഓരോ അർബൻ ആക്ടിവിറ്റീസിലോട്ടുള്ള ആക്സസിബിലിറ്റി എന്ത് ചെയ്യുക മാക്സിമൈസ് ചെയ്യുക. അതൊരു ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ഒബ്ജക്റ്റീവും ഗോളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫൈനൽ എൻഡ്, നമ്മൾ പ്ലാനർ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫൈനൽ എൻഡ് ആണെന്ത്, ഇറ്റ് ഈസ് ദ ഗോൾ. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഈ ഗോൾസ് അറ്റൈൻ ചെയ്യുന്നത്, അതിൻ്റെ മൈൽ സ്റ്റോൺസ് അല്ലെങ്കിൽ സ്റ്റെപ്സിനെയാണ് എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് വി ആർ കൺസേൺ വിത്ത് ഓൾ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പ്സ് ഇൻക്ലൂഡിങ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. അപ്പോൾ എക്കണോമിക്കലി വീക്കർ സെക്ഷനായിട്ടുള്ള ആളുകൾക്കും കൂടുതൽ ആക്സസിബിളാണ് എന്ത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. എല്ലാവർക്കും ഒരു പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും ഓൺ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എല്ലാ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പ്സിനും ഉപയോഗിക്കാൻ ആക്സസിബിൾ ആവത്തക്ക രീതിയിലുള്ള ഒരു ഫെസിലിറ്റിയാണെന്ത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിട്ടുള്ള ഗോൾ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗോളും ഒബ്ജക്റ്റീവും എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് സ്റ്റാൻഡേർഡ്? തേർഡ് കൺസെപ്റ്റ് ദാറ്റ് മസ്റ്റ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഡീലിംഗ് വിത്ത് ദി ഗോൾ ഹയറാർക്കി ഓഫ് എ സിസ്റ്റം ഈസ് സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് എന്താണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിഫൈഡ് ക്വാളിറ്റിയാണ്. ഏതൊരു കാര്യത്തിന് എന്തുണ്ടാവും, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. എ സ്റ്റാൻഡേർഡ് ഈസ് എ ലോവർ ഓർഡർ ദാൻ ഒബ്ജക്റ്റീവ് ആൻഡ് റെപ്രസെൻ്റ് എ കണ്ടീഷൻ ദാറ്റ് കാപ്പബിൾ ഓഫ് ബോത്ത് മെഷർമെൻറ്റ് ആൻഡ് അറ്റൈൻമെൻറ്റ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ അറ്റൈൻമെൻറ്റിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. എത്ര അറ്റൈൻ ചെയ്തിട്ടുണ്ട് അതിനെ മെഷർ ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡേർഡിന് പറ്റും. ഫൈനലി ഇറ്റ് ഷുഡ് ബി ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷറബിൾ. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷറബിൾ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ടു മാക്സിമൈസ് ആൻഡ് ഈക്വലൈസ് ദി ആക്സസിബിലിറ്റി ടു അർബൻ ആക്ടിവിറ്റീസ് ബൈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രം ഓൾ റെസിഡൻഷ്യൽ ഏരിയ, ദിസ് ഈസ് ദ ഒബ്ജക്റ്റീവ്. അപ്പോൾ നമ്മൾ നേരത്തെ ഗോളും ഒബ്ജക്റ്റീവും പറഞ്ഞു. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗോളിൻ്റെ ഒബ്ജക്റ്റീവ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ആക്സസിബിലിറ്റി ഇൻക്രീസ് ചെയ്യുക എല്ലാ വിഭാഗം ആളുകൾക്കും. അഡോപ്റ്റിംഗ് എ സ്റ്റാൻഡേർഡ് സച്ച് ആസ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഷുഡ് പെർമിറ്റ് ദി പ്രിൻസിപ്പൽ അർബൻ ആക്ടിവിറ്റി സെൻറ്റേഴ്സ് to the reach from major residential area by public transport service with a travel time not greater than 30 minutes. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ട് എല്ലാ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്നും നമ്മൾ 30 മിനിറ്റിൽ കൂടാത്ത ഒരു സമയത്ത് എന്ത് ചെയ്യാം, എല്ലാ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്നും മേജർ അർബൻ ആക്ടിവിറ്റി സെൻറ്ററിലോട്ട് എത്താൻ കഴിയാം. അതൊരു സ്റ്റാൻഡേർഡാണ്. നമ്മൾ ഓരോ ഒബ്ജക്റ്റിനും എന്ത് ചെയ്യാം, ക്വാണ്ടിഫയബിൾ സ്റ്റാൻഡേർഡ്സ് വെച്ച് അതിനെന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡൈസ് ചെയ്യാം. ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുള്ള എന്താണ്, ട്രാവൽ ടൈമാണ്. 30 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, നമ്മൾ ഓരോ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്നും മേജർ അർബൻ ആക്ടിവിറ്റി സെൻറ്ററിലോട്ട് എന്ത് ചെയ്യാം, എത്താൻ കഴിയുക പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. അതൊരു സ്റ്റാൻഡേർഡാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗോൾ എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ്, സ്റ്റാൻഡേർഡ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എക്സാമ്പിൾ ഫോർ ഗോൾ, ഒബ്ജക്റ്റീവ് ആൻഡ് സ്റ്റാൻഡേർഡ്. ഗോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേറൊരു എക്സാമ്പിൾസാണ്. മാക്സിമൈസ് മൊബിലിറ്റി ഓഫ് പീപ്പിൾ ആൻഡ് ഗുഡ്സ്. മൊബിലിറ്റി എന്ത് ചെയ്യുക, മാക്സിമൈസ് ചെയ്യുക. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ minimize travel time, minimize travel cost, provide adequate frequency of service, provide adequate system capacity, provide adequate system safety, provide adequate system reliability. ഇതൊക്കെയാണ് എന്ത് വരുന്നത്, അതിൻ്റെ റിലേറ്റഡ് ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. ഈ സ്റ്റാൻഡേർഡ് വരുന്നത് ക്വാണ്ടിഫയബിൾ ആയിരിക്കണം. ട്രാവൽ ടൈം എന്ത് ചെയ്യാം, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഷുഡ് നോട്ട് എക്സീഡ് 30 minutes. ട്രാവൽ കോസ്റ്റ് by public transportation system does not exceed 15% cost travel by private transport. The frequency of public transport system of any road
to be not less than 3 per hour. Peak hour occupancy of public transportation system does not exceed the permissible limit. Fatal accident involving public transport vehicle to be less than 1% of the total. At least 95% of the public transport operation to be as per published time schedule. ഇതൊക്കെയാണ് എന്ത് അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ഗോള്, എന്താണ് ഒബ്ജക്റ്റീവ്, എന്താണ് സ്റ്റാൻഡേർഡ് എന്ന് മനസ്സിലായി. അപ്പോൾ ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനൽ, നമ്മൾ പ്ലാനർ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫൈനൽ എൻഡിനെയാണ് എന്ത് പറയുന്നത്, ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഗോളിനെ എങ്ങനെയൊക്കെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഓരോ മൈൽ സ്റ്റോൺസിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഓരോ പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിഫയബിൾ ക്വാണ്ടിറ്റി ആണ്. നമ്മൾ ഓരോ ഒബ്ജക്റ്റീവിനെ എന്ത് ചെയ്യുക, ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്യുക. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് കൺസ്ട്രെയിൻസ് എന്ന് നോക്കാം. Constraints of a system may be defined as those characteristics of the environment that limit the extent of feasible solutions. An example of constraint is the financial constraint on both the capital and operating expenditure associated with the transport system. Land availability is one of the important constraints. Some of the most severe constraints on the planning of the urban transportation system are of those പൊളിറ്റിക്കൽ ഇൻ നേച്ചർ. അപ്പോൾ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സൊല്യൂഷന്, നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ സൊല്യൂഷന് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിനെ ലിമിറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെയാണ് നമ്മളെന്ത് പറയുന്നത്, കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. നമ്മൾ പ്ലാനർ വലിയ രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, പ്ലാൻ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡ്യൂ ടു ദി ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് നമ്മളെ ബഡ്ജറ്റ്, നമ്മളെ എക്കണോമി ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, അതിനെ കഴിയണമെന്നില്ല. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒന്നും നമ്മളെ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് നടപ്പാക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ എന്താണ്, ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്ററാണ്. അതുപോലെ തന്നെ ലാൻഡ് അവൈലബിലിറ്റി, അതൊരു ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രെയിൻ ആണ്. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കേസിലൊക്കെ ലാൻഡ് അവൈലബിലിറ്റി ഒരു വലിയ കൺസ്ട്രെയിൻ്റ് ആണ് നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെ. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ കൺസ്ട്രെയിൻസ് ഉണ്ട് ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ. അതും എന്താണ്, ഒരു ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രെയിൻ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺസ്ട്രെയിൻ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൺസ്ട്രെയിൻ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ചെയ്യുന്ന സർട്ടൻ ഫാക്ടേഴ്സ്, നമ്മൾ ഫീസിബിൾ സൊല്യൂഷനെ ലിമിറ്റ് ചെയ്യുന്ന സർട്ടൻ ഫാക്ടേഴ്സിനാണ് കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത്. അത് 3 തരത്തിലുള്ള കൺസ്ട്രെയിൻ്റ് നമ്മൾ പറഞ്ഞു. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിട്ട് ലാൻഡ് അവൈലബിലിറ്റി ഒരു കൺസ്ട്രെയിൻ്റ് ആണ്, ഫിനാൻസ് ഒരു കൺസ്ട്രെയിൻ്റ് ആണ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ കൺസ്ട്രെയിൻസ് ഉണ്ട്. എല്ലാ സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളെ രീതിക്കനുസരിച്ച് പ്ലാൻ ചെയ്ത രീതിക്കനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ചില പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ടാവും. അപ്പോൾ അതും എന്താണ്, പൊളിറ്റിക്കലായിട്ടുള്ള കൺസ്ട്രെയിൻസും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര കാര്യങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഗോൾ എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ്, സ്റ്റാൻഡേർഡ് എന്താണ്, കൺസ്ട്രെയിൻ എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി എന്ത് ചെയ്യാം, we can discuss in the next class. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.